ഇനി നമുക്ക് ചുറ്റും നമ്മളെ പ്രചോദിപ്പിക്കുന്ന കുറേ അധികം വാർത്തകൾ വരാറില്ലേ? അത്തരം ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബി പോസിറ്റീവ്. കാസർഗോഡ് നിന്നുള്ളൊരു നന്മ നിറഞ്ഞ വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. തൃക്കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട തെരുവുനായെ രക്ഷിച്ച് നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് തങ്കയത്തെ ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ ഷിമി ദാമോദരനും സഹപ്രവർത്തക ഷീബയും. തൃക്കരിപ്പൂർ നീലേശ്വരം റോഡിൽ അപകടത്തിൽപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന 4 മാസം മാത്രം പ്രായമുള്ള തെരുവുനായിക്കാണ് ഇവർ പുതുജീവൻ കൊടുത്തത്. അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളിടിച്ച് പരിക്കേൽക്കുന്ന ധാരാളം മൃഗങ്ങളെ നാം കാണാറുണ്ട്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരുപക്ഷെ നമ്മൾ അത്തരം മൃഗങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ ഒരു തെരുവുനായ്ക്ക് പുതുജീവൻ വെപ്പിച്ച കഥയാണ് തൃക്കരിപ്പൂർ തങ്കയത്തെ ഒരു ഡോക്ടർക്ക് പറയാനുള്ളത്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങളെ ഒരു തെരുവുനായുടെ കഥ അറിയാൻ വേണ്ടി വന്നതാ. തലേ ദിവസം പെയ്ത ശക്തമായ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട്. അതിനു സമീപം ഏതോ അജ്ഞാത വാഹനം ഇടിച്ചിട്ട നിലയിൽ തണുത്തു വിറച്ച് കിടക്കുകയായിരുന്നു തെരുവുനായ. ഡോക്ടർ ഷിമ്മി ദാമോദരനും സഹപ്രവർത്തക ഷീബയും കാണുമ്പോൾ നായ്ക്കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്ന നിലയിലായിരുന്നു. ക്ലിനിക്കിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വൈകുന്നേരം ഇവിടെ ജസ്റ്റ് പുറത്തോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഒന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ, ഞാൻ ഒരു സംഗതി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ കാണുന്നത് ഒരാൾ അയാളുടെ സ്കൂട്ടി നിർത്തിയിട്ട് ഒരു വടി എടുത്തിട്ട് നിലത്ത് വെള്ളത്തിലുള്ള ഒരു നായനെ ജസ്റ്റ് ഇങ്ങനെ വടീനെ കൊണ്ട് ഇങ്ങനെ തൊടുന്നതാണ് കണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ അയാൾ അതിന് ഉപദ്രവിക്കുവാണോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവളൊപ്പം തന്നെ താഴോട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ അതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അവർക്കതിനെ തൊടാൻ പാടില്ല എന്ന് തോന്നി. അപ്പോൾ അതിങ്ങനെ വിറക്കുന്നുണ്ട്. തണുത്ത് വിറച്ചിട്ടാണോ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുവാണോ എന്ന് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ എന്തായാലും അതിനെ റെസ്ക്യൂ ചെയ്യണമെന്ന് തോന്നി. ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന നായ്ക്കുട്ടിയെ കണ്ടപ്പോൾ വിഷമം തോന്നി. നായ്ക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ പലരും വാഹനം നിർത്തിയില്ലെന്ന് ഷീബ. നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാല്ലോ, അവർ തെരുവ് നായ്ക്കളാണെങ്കിലും സംരക്ഷണം എല്ലാവർക്കും വേണ്ടേന്ന് വിചാരിച്ച് ഡോക്ടറെയും കൊണ്ടുപോയി. പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോ നിർത്തി വിട്ട ഓട്ടോ തന്നെ പോയി. ഭയങ്കര സങ്കടമായി. പിന്നെ അതിനുശേഷം ഒരു സക്കറിയ എന്ന് പറഞ്ഞൊരു ഏട്ടൻ വന്നു. എല്ലാ ഹെൽപ്പും അവരാണ് ചെയ്തു തന്നത്. പിന്നെ ഡോക്ടറോട് കൂടി അങ്ങോട്ട് പോയിട്ട് ആടിന് വേണ്ട ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്തു. പയ്യന്നൂരിലെ മൃഗാശുപത്രിയിൽ എത്തിച്ച നായ്ക്കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ് തെരുവിൽ കഴിഞ്ഞിരുന്ന നായ്ക്കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നതും സല്യൂട്ട് ചെയ്യേണ്ടതും. സുധാ വിശ്വം പറയുന്നു, ഇന്നലത്തെ 1 കോടി ഇത് കോമഡിയിൽ നമ്മുടെ റിമി ടോമിയുമായിട്ട് താങ്കൾ കട്ടയ്ക്ക് നിന്നു. കട്ട പൊട്ടിപ്പോയെന്നെ കേട്ടോ, റിമി ടോമിയല്ലേ ആള്. അപ്പോൾ ഇന്ന് ഉർവശിയുമായിട്ടും കട്ടയ്ക്ക് നിൽക്കേണ്ടി വരും. മിക്കവാറും 2 ദിവസം ക്ഷീണത്തിൽ ലീവ് എടുക്കേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് സുധാ വിശ്വം. അതില്ല, ഇന്ന് രാത്രി 9 മണിക്ക് താങ്കൾ ഉർവശിയുമായിട്ടുള്ള ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി കാണൂ. പിന്നെ നമ്മുടെ ലീവിൻ്റെ കാര്യം ആലോചിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.